നമ്മളെ ഓഫീസിലെ പേനയാണുള്ളത്. ഇതിവിടെ വീണ് കിടക്കുക. അടിക്കുക നിങ്ങള്. അങ്ങനല്ല, മുട്ട് വളയ്ക്കരുത്. മുട്ട് വളയ്ക്കാണ്ട് അടിക്കി. എനിക്ക് കൈകൊണ്ട് തൊട്ടാ പോരെ. തൊടാൻ പറ്റില്ലേ, പിന്നെ ഒന്ന് ശ്രമിച്ച് നോക്കിയാല് അത് പറ്റും. ഞാൻ എന്റെ വീട്ടിലൊക്കെ കുമ്പിടണ പോലെ എന്റെ ഭാര്യയുടെ മുമ്പിൽ ഞാൻ കുനിയണമാര് ഈ ലോകത്തൊരു മനുഷ്യ കുനിയല്ലേ. ഒരു 1 2 3 പോട്ടെ. ഒന്നുകൂടി നോക്കി. ഒറ്റ പ്രാവശ്യം കൂടെ കിട്ടും. ഇതിന് കിട്ടും. പോട്ടെ. 100 രൂപ പോക്കറ്റാ പോയി. എന്റെ പോക്കറ്റിലുണ്ടായിരുന്നു അത്. അല്ല ഞാൻ ഇപ്പൊ പൈസ ഞാൻ ഇപ്പൊ മുട്ട് മടക്കിയോ? മുട്ട് മടക്കിയത് എടുത്തില്ലേ? അല്ല മുട്ട് മടക്കില്ല. അപ്പൊ സക്സസ്ഫുൾ ആയില്ലേ? ഇത് പൈസ വിചാരിച്ചോളി. സാധിക്കില്ല. അതൊരു 100 രൂപയാണ് വിചാരിച്ചില്ല. അത് നമ്മളാ മൈൻഡിന്റെ അത് എടുത്തു പോയതാ. അങ്ങനെ പറ്റില്ല നമുക്ക്. ഇനി കുറച്ചേറി നിങ്ങളെ വയറൊന്നും കുറഞ്ഞിട്ടൂല കേട്ടോ. നിങ്ങളെ വയറൊന്നും കുറഞ്ഞിട്ടൂല. അല്ല കുറഞ്ഞ ഞാനേ ആരെങ്കിലും കൊണ്ട് ഒരു 100 തുടങ്ങി റീചാർജ് ഫോൺ അടിക്കുന്ന ഭയങ്കര പണി കേട്ടാ. ഫോൺ അടിക്കുന്നു. ഹലോ. ഇല്ലല്ലോ. കിട്ടിയില്ല. ഇല്ല. അല്ല ഇനിയിപ്പോ സെക്രട്ടറി സാറ് വന്നിട്ട് വേണേ ഞാൻ ചോദിച്ചു നോക്കാം. ആൾ കിട്ടിയിരുന്നോന്ന് അറിയില്ല. കിട്ടിയില്ല. മൊയ്ത് സാറിനോട് ചോദിച്ചു നോക്കാം. ഇല്ല. ഒരു മിനിറ്റ് കേട്ടാ. ആ പാലത്തിന്റെ ഒരു തൂണ് ഒഴുകി പോയിട്ട് കിട്ടിയിട്ടുണ്ടോ നിങ്ങക്ക്? ഇല്ലല്ലോ. ശരി സാറേ. ഇല്ല കേട്ടോ. ശരി ചോദിച്ചോക്കാം. ശരി. എന്തുട്ടോ സാറേ ഒരു സാധനം വന്നിട്ട് കിട്ടിയിട്ടുണ്ടോ എന്തുട്ട് കിട്ടിയിട്ടുണ്ടോന്ന്? അല്ല ഞാൻ നമ്മളെ മെമ്പർ സതീശന്റെ നാട്ടിലെ പാലം പണിതതിന്റെ വിഹിതം നമുക്ക് കിട്ടിയില്ലല്ലോ. അത് ചോദിച്ചാ? അല്ല വേറൊരു കാര്യം ഈ ഓഫീസിലേക്ക് ആൾക്കാർക്ക് വിളിച്ച് ചോദിക്കുന്നു വേണ്ടേ? ഈ കാശിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയാ. ചോദിച്ചാ നമുക്ക് വല്ല ഓർഡറും കിട്ടിയിട്ടുണ്ടോ? എന്ത് ഓർഡർ? അല്ല ഈ പൊതുജനങ്ങളും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അകലം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിട്ട് അങ്ങനത്തെ ഒരു ഓർഡർ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അല്ല അതിപ്പോ നേരത്തെ നമ്മള് അകലം കുറവല്ലേ. ഇപ്പൊ കൊറോണ വന്നപ്പോ ഒന്നുകൂടി കൂടിയതല്ല അത്. അല്ലാണ്ട് ഓർഡർ ഒന്നും വന്നിട്ടില്ലല്ലോ സാറേ. ആ എക്സസൈസ് തുടങ്ങി ചെയ്യാണ്ടെന്നാൽ ഇത് അങ്ങനെ ഭരണി പോലെ ഇങ്ങനെ വരും. ഞാൻ ഇപ്പൊ ആലോചിക്കണം തരും ഈ സാധനം അടുത്ത ക്രിസ്മസിനെ കൊടുത്താലോ? ഒരു 5 ഇറച്ചിട്ടും. ഹലോ. അജ്ജപ്പോ ഫോണിലേക്ക് വിളിച്ചേ. ഓഫീസിലെ ഫോണിലേക്കൊക്കെ ആരും വിളിക്കുവോ? മൊബൈലിലേക്ക് വിളിച്ചാ പറയാ എനിക്ക്. എന്താ കാര്യം? ഓഫീസിലോ? ഉദ്യോഗസ്ഥന്മാരോ? എവിടെ ആരും അറിഞ്ഞില്ലല്ലോ. ശരി. ശീതള സാറേ അറിഞ്ഞോ? ഇല്ല. ഇങ്ങോട്ട് നോക്കി. ഈ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥന്മാര് ഫോൺ ഉപയോഗിക്കുന്ന രീതിയെ കുറിച്ച് എന്തോ ഓർഡർ വന്നിക്കണ്. എന്തൊരു ഓർഡർ? എന്തോ ഉപയോഗിക്കുന്നതിന്റെ പുതിയ രീതിയെ കുറിച്ചൊരു ഓർഡറാണ്. ഫോൺ ഉപയോഗിക്കണ നമുക്ക് അറിയാത്ത നമ്മള് കാലങ്ങളായിട്ട് ചെയ്യണ പണി എന്തുട്ടാ? അത് കുറെ നേരം കണ്ടു റിങ് ചെയ്യും. നമുക്ക് സൗകര്യങ്ങൾ എടുക്കും. ഇപ്പൊ തീരെ ശല്യം പണിച്ചാൽ നമ്മളെ സാധനം കണ്ടു എടുത്തിട്ട് ആ റിസീവർ എടുത്തതാ ഇങ്ങനെ വയ്ക്കും. അല്ലാണ്ട് അത്രയല്ലുള്ളൂ. അങ്ങോട്ട് ചെയ്യണ ഇനിയിപ്പൊ പഠിപ്പിക്കാൻ പിന്നെ ഇതങ്ങനെ റിങ് ചെയ്യുമ്പോതാ എടുത്ത് ഇങ്ങനെ വയ്ക്കുക. വേണമെങ്കിൽ ഇങ്ങനെ ഒരു അമൃതം കൂടി കൊടുക്കുക. പരിപാടി കഴിഞ്ഞില്ലേ? അല്ല ഇതിപ്പോ നമ്മുടെ തൃക്കാക്കരുള്ള സുധാരൻ സാർ വിളിച്ച് പറഞ്ഞാണ് ഇപ്പൊ. അതെയാ? മാഡം സത്യശീലൻ സാർ ലീവാന്ന് പറഞ്ഞു. വിളിച്ചിരുന്നു. നേരത്തെ ഒരു പ്രാണി കയറിയിട്ട് ക്ലീൻ ചെയ്തിട്ട് വെക്കാൻ മറന്നത്. ഹലോ. അതെ പന്മന പഞ്ചായത്ത് ഓഫീസാണ്.
അതെ. പറഞ്ഞോളൂ. അതെയോ? മരണം റിപ്പോർട്ട്. പറയ കേക്കണ്ടേ? എന്നിട്ട് അതെപ്പോഴാ ചത്തേ? എന്തേ? തെളിച്ച് പറയും. നിങ്ങൾ വാരിട്ട് കൂട്ടി അങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാവേണ്ടത്. മനസ്സിലാവണ ഭാഷയിൽ പറയുന്നാല്. ഈ മരിച്ച ആളുടെ പ്രായം പറയണോ? തന്റെ പ്രായം പറഞ്ഞു. ഹലോ, പറഞ്ഞോളൂ കേട്ടോ. മരിച്ച ആളുടെ പ്രായം എത്ര? 72 അല്ലേ? ആയിക്കോട്ടെ, വന്നോളൂ കേട്ടോ. ശരി. മരണം റിപ്പോർട്ട് ചെയ്ത ഇന്ന് എത്ര പേര് വിളിച്ചു? ഇന്നിപ്പോ ഒരാള് വിളിച്ചു. ഒരാൾക്കല്ലേ പറ്റുള്ളൂ. ഇപ്പഴല്ലേ ഫോൺ എടുത്ത് വെച്ചല്ലേ? നേരത്തെ ക്ലീൻ ചെയ്തിട്ട് വെച്ചില്ലേ? മൊയ്തു സാറേ, ആ നികുതി പിരിവിന്റെ ലിസ്റ്റ് ചെക്ക് ചെയ്തോ? ചെക്ക് ചെയ്യും. അല്ല, ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ അടയ്ക്കാത്തവരുടെ ലിസ്റ്റ് എനിക്ക് തരണം. നാളെ തരും. രാഘവൻ സാറേ, എന്താ ഉറങ്ങായിരുന്നോ? അല്ല ബന്ധുവൊക്കെയാണ്. ബന്ധുന്നോ? അല്ല ഫയല് എന്ത് ഫയല്? ഇത് ഫയൽ നോക്കിയത്. ഞാൻ ഏൽപ്പിച്ച കാര്യം ചെയ്തോ? അടുത്ത മാസം പെൻഷൻ കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റ് നോക്കിയോ? ശരിയാക്കുന്നുണ്ട്. ശരിയാക്കണ്ടെന്നല്ല, സൈറ്റ് ഓപ്പൺ ആയി അത് അപ്ലോഡ് ചെയ്യണം. സർ, ഇന്ന് തന്നെ എനിക്ക് തരണം. ശരി. ശരി സാറേ, എന്തായി? എന്താ ആ എക്സ് സർവീസുകാരുടെ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ? ചെയ്തോ? എന്തിനുള്ള ആപ്ലിക്കേഷൻ? എന്താ മേഡം ഉദ്ദേശിച്ചത്? കെട്ടിട നികുതി കുറയ്ക്കാനുള്ളത് പറഞ്ഞില്ലേ? ചെക്ക് ചെയ്തോ? അപ്പൊ അതിങ്ങ് എടുക്കുന്ന ആ ലിസ്റ്റ് തന്നോ? കുറച്ചുകൂടി ചെയ്യാണ് സാറേ. ഇന്ന് തന്നെ എനിക്കത് കിട്ടണം. തരാലോ. ഇന്നെന്ന് പറഞ്ഞാലാണല്ലോ ബുധനാഴ്ചയെങ്കിലും എനിക്ക് കിട്ടുള്ളൂ. അല്ല മേഡം, തരാം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യ് സാറേ. ഇവിടെ ചെയ്യണം. എല്ലാരോടും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ പഞ്ചായത്ത് ഓഫീസുകളുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്കും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും വേണ്ടി പഞ്ചായത്ത് അഡീഷണൽ ഡയറക്ടർ ഒരു മാർഗനിർദ്ദേശം വച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ലാൻഡ് ഫോൺ ഉള്ളത് അറിയാലോ? ഉണ്ട്. ആദ്യം ഞാൻ പറയാണ്, ഇനി അതിന്റെ റിസീവർ എടുത്ത് മാറ്റി വെക്കരുത്. അതുപോലെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ 3 ബെല്ല് അടിക്കും മുമ്പ് ഫോൺ അറ്റൻഡ് ചെയ്തിരിക്കണം. അറ്റൻഡ് ചെയ്യുമ്പോ എന്താ പറയാറ്? നമ്മള് പരമന പഞ്ചായത്ത് ഓഫീസ്. ഇനി അങ്ങനെയല്ല പറയേണ്ടത്. പഞ്ചായത്ത് മാറ്റി പറയണം. അല്ല, ആരാണോ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് അവരുടെ പേര് പറയണം, തസ്തികയും കൃത്യമായി പറയണം. എന്നിട്ട് വിളിക്കുന്നവരോട് കാര്യം എന്താന്ന് അന്വേഷിക്കുക. അത് സൗമ്യമായിട്ട് വേണം.